പാർട്ടി പോവുകയാണ്. ആ ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് കേസിനെ മാറ്റുന്നു. അത് തെറ്റായ ഒരു സന്ദേശം നൽകില്ലേ അണികൾക്ക്? തെറ്റല്ലെങ്കിലും ശരിയല്ല, തെറ്റല്ല ശരിയല്ല. എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയൊരു പണിയില്ല ബാക്കി. അതൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് കെ സുധാകരൻ്റെ സേവനം മാത്രം മതി എന്നവർക്ക് തോന്നിയാൽ അവിടെ വെച്ച് എനിക്ക് സമ്മതമാണ്. ഈ ദീപാദാസ് മുൻഷിക്ക് താങ്കളോട് എന്താണ് വൈരാഗ്യം? ദീപാദാസ് മുൻഷി ഞാനും തമ്മിൽ തർക്കമൊന്നുമില്ല. അവരാ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പരാതിയുണ്ട്. ആ റിപ്പോർട്ടിലാണ് പരാതി, വേറെ ഒന്നുമില്ല. ദീപാദാസ് മുൻഷിയെ സംസ്ഥാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണം താങ്കൾക്ക് ഒരു ആവശ്യമുണ്ടോ? അത് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളൂ. ഹൈക്കമാൻഡ് മാറ്റിയതിലെ അതൃപ്തി കെ സുധാകരൻ പരസ്യമായി പറഞ്ഞു. ഹൈക്കമാൻഡിനോട് ഒട്ടി നിൽക്കുന്നവർ ഒപ്പിച്ച പണിയാണെന്നാണ് ചാനലുകളോട് പറഞ്ഞത്. ദീപാദാസ് മുൻഷിക്കും കണക്കിന് കിട്ടി. ആരുടെയോ കയ്യിലെ പാവയെന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു. വി ഡി സതീശനെ മാറ്റേണ്ടെന്ന് അവർക്ക് താല്പര്യമുണ്ടാകുമെന്നാണ് കെ സുധാകരൻ മനസ്സിലാക്കിയത്. സുധാകരൻ്റെ സേവനം മതിയെന്ന് തോന്നിയിട്ട് കേരളത്തിൻ്റെ ചുമതലയും നൽകി പ്രവർത്തക സമിതിയിൽ എന്തിന് ഇരുത്തണമെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. എങ്കിലിവിടെ പ്രസിഡന്റായി തുടർന്നാൽ പോരെ എന്നാണ് സുധാകരൻ്റെ ന്യായമായ ചോദ്യം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എ സജീവൻ, മാധ്യമപ്രവർത്തകൻ, ടി ജെ ശ്രീലാൽ, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ. കോൺഗ്രസിനകത്തെ ഈ ഒരു സാഹചര്യം ആഴ്ചകളും മാസങ്ങളുമായിട്ടുള്ളൊരു ചർച്ചയാണ്. പലപ്പോഴും കെ സുധാകരനെ മാറ്റുമോ എന്നുള്ളത്, മാറ്റില്ല എന്നുള്ളത്, ഇനി ഉടനെയൊന്നും മാറ്റാൻ പോകുന്നില്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള വലിയ പ്രതീതി ഉണ്ടായിരുന്നു. പിന്നീട് അത് പൊടുന്നനവേ മാറുന്നു. അവിടെ ആൻ്റണിയുടെ പേര് വരുന്നു. പിന്നീട് അതും മാറുന്നു, സണ്ണി ജോസഫിലേക്ക് എത്തുന്നു. അപ്പോഴൊക്കെയും രസകരമായൊരു കാര്യം, എങ്ങനെയും അധികാരത്തിൽ തിരിച്ചു വരണം എന്ന് നിരന്തരം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കൾ, പക്ഷേ ഒന്നിച്ചൊരു ദിശയിലേക്ക് പോലും നോക്കാൻ കഴിയാത്ത വിധം തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കുന്ന നേതാക്കൾ, പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കസേര നഷ്ടപ്പെട്ട മുൻ പ്രസിഡന്റ് അദ്ദേഹത്തെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട പല പാർട്ടി രഹസ്യങ്ങളും പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം. അതാകട്ടെ അദ്ദേഹം അടക്കം നേതൃത്വം കൊടുത്ത പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ പോലും അദ്ദേഹവും തൃപ്തനല്ല. ആ പ്രതിപക്ഷം ആ നിലയിലേക്കൊന്നും ഉയർന്നിട്ടില്ല എന്നതുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലും നന്നാക്കാമായിരുന്നു. പക്ഷേ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരനൊപ്പം, അതൊരു പുതിയ നേതൃത്വമായി ഒന്നിച്ചു വന്ന ഒരു കോംബോ ഓഫറായിരുന്നു, അല്ലെങ്കിൽ കോംബോ പാക്കായിരുന്നു അത്. അതിൽ വി ഡി സതീശൻ മാത്രം തുടരുന്നു, കെ സുധാകരൻ ആ കസേരയിൽ നിന്ന് മാറുന്നു അല്ലെങ്കിൽ തെറിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മുകളിലിരിക്കുന്നവർക്ക് ആ താല്പര്യമുണ്ടാകാം. ഇതിൽ നിന്നൊക്കെ രാഷ്ട്രീയമായി ഈ അതൃപ്തിയുടെയും ഭിന്നതയുടെയും പലതരം രാഷ്ട്രീയത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ആവോളം രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളുണ്ട്. അദ്ദേഹം ആ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി അച്ചടക്ക ലംഘനമായി ആരും കാണേണ്ട, എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം. കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത്, ഞങ്ങളൊക്കെ പാർട്ടി കാര്യങ്ങൾ, തീരുമാനങ്ങൾ വാർത്തയിലൂടെ അറിയുന്ന അവസ്ഥ മാറേണ്ടതുണ്ട്. ഇങ്ങനെ പോവുകയാണ് കോൺഗ്രസിനകത്ത്, കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിനകത്തെ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി ഐക്യമില്ലാത്ത കോൺഗ്രസിൻ്റെ നേതൃനിരയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇവിടെ നിന്ന് ഞാൻ ചർച്ചയിലേക്ക്, അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീലാലും അതുപോലെ പ്രേംകുമാറും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ശ്രീലാൽ, ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം ഉച്ചയ്ക്ക് വന്നു. അതിനു മുമ്പ് രാവിലെ തന്നെ അദ്ദേഹം ചാനലുകളെ കാണാൻ തുടങ്ങി. 1 by 1 ആയിട്ട് കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് കാണുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. അതിനുശേഷം പോരാഞ്ഞിട്ട് ഉച്ചയോടെ വാർത്താസമ്മേളനം നടത്തി കാര്യമായിരുന്നു ആ കെ സുധാകരനാണ് അനാരോഗ്യമെന്ന് ഇവർ പറയും. ഇന്ന് അദ്ദേഹം ഒരു വിശ്രമവുമില്ലാതെ നിരന്തരം ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഏത് ചോദ്യം ചോദിച്ചാലും അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിപ്പോയതേയില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊന്നും, അല്ലെങ്കിൽ നമ്മളാരും അങ്ങനെ അദ്ദേഹത്തോടൊപ്പം അങ്ങനെ പോകുന്നവരോ മനസ്സിലാക്കുന്നവരോ ഒന്നുമല്ല. പക്ഷേ കണ്ട മനുഷ്യരെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തോടൊപ്പം നേതൃത്വത്തിലുണ്ടായിരുന്ന കുറേ ആളുകളും ഇപ്പോൾ വന്നിട്ടുള്ള ആളുകളും ഒക്കെ കെ സുധാകരൻ അനാരോഗ്യം കൊണ്ട് വിശ്രമിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, മനസ്സിൽ മടക്കി അങ്ങ് വെച്ചാൽ മതി എന്ന മട്ടിലാണോ കെ സുധാകരൻ ഇന്ന് പലതും പറയാൻ ശ്രമിച്ചതും പറഞ്ഞു വെച്ചതും? നേരത്തെ ഇന്നിപ്പോൾ കെ സുധാകരൻ്റെ ഈ വാർത്താ സമ്മേളനവും അതോടൊപ്പം തന്നെ അദ്ദേഹം TV-ക്ക് നൽകിയ പല ചാനലുകൾക്ക് നൽകിയ അഭിമുഖമെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ പഴശ്ശിരാജ സിനിമയിൽ ഉള്ള ഒരു ഡയലോഗാണ്. അതിൻ്റെ അകത്ത് പഴശ്ശിരാജാവ് പറയുന്നുണ്ട്, പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അത് തന്നെയാണ് ഇന്നിപ്പോൾ സുധാകരൻ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത്. സുധാകരൻ ആ വാക്കുകളിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും സുധാകരൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കൂ ചേർത്ത്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ KPCC പ്രസിഡന്റുമാർ ഒരുപാട് പേര് മാറി വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള KPCC പ്രസിഡന്റ് മാറ്റുന്നത്. പക്ഷേ മുൻപെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് വരെയുള്ള വലിയ തോതിലുള്ള വിവാദങ്ങളും പരസ്യ പ്രസ്താവനകളും എല്ലാം ഉണ്ടാകും. മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആറി തണുത്തു പോവുകയും പിന്നീട് പുതിയ
പ്രസിഡന്റ് കാര്യങ്ങൾ ചുമതലയേറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ഞാൻ ഇതുവരെ കണ്ട ഒരു രീതി. പക്ഷേ ഇവിടെ അതിന് മാറ്റം വന്നിരിക്കുന്നു. അതിന് മാറ്റം വരേണ്ട കാരണമുണ്ട്. കാരണം കെ സുധാകരൻ അങ്ങനെയുള്ളൊരു നേതാവാണ്. കോൺഗ്രസിൽ കെ സുധാകരൻ തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് ഇപ്പോൾ ഉള്ളതിൽ. അദ്ദേഹത്തിൻ്റെ ആ തലയെടുപ്പ് അദ്ദേഹം അങ്ങനെ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചാൽ തയ്യാറല്ല എന്ന് തന്നെയാണ് അതിനർത്ഥമെന്ന് വ്യക്തമാക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. കെ സുധാകരനെ പറയാനുള്ളത് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ ഇപ്പോൾ പുതിയ പ്രസിഡന്റിനോ അല്ലെങ്കിൽ നിലവിലുള്ള കോൺഗ്രസിൽ നിലവിലുള്ള നേതാക്കൾക്കോ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് വലിയ തോതിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അതൊരു വലിയ ഏറ്റുമുട്ടലിലേക്കും ഈ അടുത്തെങ്ങും തീരാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ നീക്കുമെന്ന് ഹൈക്കമാൻഡിനും കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് കെ സുധാകരൻ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ എന്നുള്ള ഒരു തരത്തിൽ ഈ പറയുന്ന കേരളത്തിലെ നേതാക്കളായാലും ഹൈക്കമാൻഡ് നേതാക്കളായാലും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചട്ടം പഠിപ്പിക്കാനോ ഒന്നും നിൽക്കാതെ മാറി നിൽക്കുന്നത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാറ്റാൻ പോകുന്ന കാര്യം ഒരു ആളും തന്നോട് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞില്ല, ഖാർഗെ പറഞ്ഞില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു, ഖാർഗെ കാറിൻ്റെ അടുത്ത് വരെ കൊണ്ടുചെന്ന് തന്നെ യാത്രയാക്കി. ഈ രണ്ട് കാര്യം രണ്ട് നേതാക്കൾ ചെയ്തു. പക്ഷേ അവരാരും തന്നെ മാറ്റുന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്ര വിഷമം ഉണ്ടാകില്ലായിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ കോൺഗ്രസിനെ നല്ല നിലയിൽ കോൺഗ്രസിനെ താൻ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ അപ്പോൾ പോലും പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലായാലും തനിക്ക് യാതൊരുവിധ പിന്തുണയും പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിച്ചില്ല. അദ്ദേഹം തുറന്നു പറയുകയാണ്. ഒരു ട്രഷറർ വയ്ക്കുന്ന കാര്യത്തിൽ പോലും 3-4 തവണ ഹൈക്കമാൻഡിന് എഴുതിയിട്ട് ഹൈക്കമാൻഡ് സമ്മതിച്ചില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒപ്പം നിന്നവർ പാലം വലിച്ച് അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ഇങ്ങനെ ഒപ്പം നിന്നവർ തന്നെ വഞ്ചിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഈ പഴയ ഭാരവാഹികൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയ കാര്യങ്ങളും ഹൈക്കമാൻഡ് തനിക്ക് സ്വതന്ത്രമായ ഒരു സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവാദം തരാതെ തന്നെ വരിഞ്ഞു മുറിച്ച കാര്യങ്ങളും പറയുന്നു. ഒപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ അദ്ദേഹം കുറ്റം പറയുക തന്നെയാണ്. ആ ജനറൽ സെക്രട്ടറിക്ക് തന്നെ മാറ്റണം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ള റിപ്പോർട്ട് നൽകിയത്. അത് താൻ അന്വേഷിക്കുമ്പോൾ ആ ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം മാത്രമായിരുന്നില്ല, അത് ഹൈക്കമാൻഡിൽ നിൽക്കുന്ന ചില നേതാക്കളുടെ തീരുമാനമായിരുന്നു. ഇത് വെറുതെ പറയുകയല്ല. ഇത് ചില ഈ പറയുന്ന ACC ഓഫീസിലെ ചില നേതാക്കൾ തന്നെയാണ്, ചില ഓഫീസ് ബെയറേഴ്സ് തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ചർച്ചയിൽ ഏറ്റവും അവസാനിപ്പിക്കുന്നത് ഇനി എന്താകും കെ സുധാകരൻ്റെ റോൾ എന്നുള്ള ചോദ്യത്തോടെയാണ്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ രസകരമായ മറുപടിയാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇതുവരെ തുടർന്ന പ്രവർത്തനങ്ങൾ തുടരും. അതിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കുമില്ല. അത് അങ്ങനെ തന്നെ തുടരും. ജനങ്ങളെ കൂട്ടും. അതിനെന്നെ ആര് തടയും? അതായത് വേണമെങ്കിൽ KPC ഒരു പാരലൽ KPC പ്രസിഡൻ്റായിട്ട് തന്നെ താൻ മുന്നോട്ട് പോകും. ആ രീതിയിൽ തന്നെയാണ് തൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു. അതായത് നോക്കൂ, ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തന്നെ ആ നിലയിൽ ഇപ്പോഴത്തെ പുതിയ നേതൃത്വത്തിനെ അലോസരപ്പെടുത്തുന്നതല്ലേ. കണ്ണൂരിലേക്ക് പോയി രാവിലെ മുതൽ മാധ്യമപ്രവർത്തകരെ വളരെ ഉത്തരവാദിത്വത്തോടെ തീരുമാനിച്ചുറച്ച് ഒന്നൊന്നായി വിളിച്ച് കാണുകയായിരുന്നു. നേരത്തെ അലോസരപ്പെടുത്തുക മാത്രമല്ല, അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക്. ആർക്കും അതിനെ ഏതെങ്കിലും ഒരു നേതാവിനെ ഒന്ന് സുധാകരൻ പറയുന്ന അച്ചടക്ക ലംഘനമാണ്, സുധാകരൻ നടപടി ഉണ്ടാകും, സുധാകരൻ സംയമനം പാലിക്കണം എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടായിരുന്നോ? ഇതുവരെ ഉണ്ടായോ? കെ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് സുധാകരൻ അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ടാണെന്ന്. അതായത് അദ്ദേഹം അങ്ങ് പറഞ്ഞു തീർക്കട്ടെ, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ഈ രീതിയിലാണ്. കാരണം അദ്ദേഹം പറയുന്നത് തന്നെ മാറ്റാൻ തീരുമാനിച്ചു, തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അത് വിഷമമാണോ? പക്ഷേ അതിനപ്പുറം രാഷ്ട്രീയ വിമർശനം, ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഒരു സംസ്ഥാന ഘടകത്തെ, ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കേണ്ടത്? പിരിഞ്ഞു പോകുന്ന പ്രസിഡന്റ് പറഞ്ഞു, അല്ലെങ്കിൽ കസേര പോയ പ്രസിഡന്റ് പറയുന്നു ഒരു സഹായമൊന്നുമില്ല. ഉദാഹരണം ട്രഷറർ, നേരത്തെ ശ്രീലാൽ പറഞ്ഞു, ഒരു ട്രഷറർ മരിച്ചു പോയിട്ട്, പ്രതാപേന്ദ്രൻ മരിച്ചു പോയിട്ട് പകരം ഒരു ട്രഷററെ പോലും KPC പ്രസിഡന്റ് വെക്കാൻ കഴിഞ്ഞില്ല, ഹൈക്കമാൻഡ് അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഓരോ ഘട്ടത്തിലും സപ്പോർട്ട് തന്നിട്ടില്ല. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. അതുപോലെ അദ്ദേഹത്തെ മാറ്റിയതിൽ കോൺഗ്രസിൻ്റെ ജനാധിപത്യപരമായ രീതി പാലിച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയാസമാണോ? അതൊരു രാഷ്ട്രീയമായ വിമർശനവും ചോദ്യവുമല്ലേ? ഞാൻ പറഞ്ഞത് ശരത്തെ, അതൊരു അദ്ദേഹത്തിൻ്റെ വിഷമമായി അദ്ദേഹം പറയുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയത്തിലും അതങ്ങനെയല്ല, അതിങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു നേതാവിനെ നമ്മളിന്ന് കേരളത്തിൽ കണ്ടില്ലല്ലോ. അദ്ദേഹം ഇന്ന് രാവിലെ തൊട്ട്, ശരത്ത് ചൂണ്ടിക്കാണിച്ച പോലെ രാവിലെ തൊട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു നടക്കുകയാണ്. അതും എണ്ണി ചിട്ടയായിട്ട് തന്നെ അദ്ദേഹം പറയുന്നു. അതിൽ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ എവിടെയും അദ്ദേഹത്തിന് ഓർമ്മക്കുറവോ ഓർമ്മപ്പിശകോ ഉള്ളതായിട്ടൊന്നും നമ്മൾ കണ്ടതുമില്ല. കറക്റ്റായിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെ നൽകി. ഒന്നുകൂടി ഉണ്ട്, അദ്ദേഹത്തെ മാറ്റിയത് ശരിയായോ എന്നോ മറ്റോ മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ പറയുന്നത് തെറ്റല്ലെങ്കിലും ശരിയല്ല. അതെ,
അത് മാത്രമല്ല, അതൊരു രസകരമായ പ്രയോഗം മാത്രമല്ല, തന്നെ എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ശരിയുമല്ല. അതിനോടൊപ്പം തന്നെ പറയുന്ന കാര്യമുണ്ട്, തന്നെ തിരിച്ച് കേരളത്തിൽ തന്നെ ചുമതലയിൽ വയ്ക്കുന്നു. അതിന് കാരണം പറയുന്നത് വിചിത്രമാണ്, കാരണം താൻ ക്രൗഡ് പുള്ളറാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് തന്നെ മാറ്റിയത്? ഇത് ഹൈക്കമാൻഡിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഹൈക്കമാൻഡിനോട് ചോദിക്കാതെ പോകരുത്, ചോദിക്കണമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചട്ടം കെട്ടുകയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് മാധ്യമപ്രവർത്തകർ വരുമ്പോൾ മക്കളെ ഇന്നൊന്നുമില്ല, പരിപ്പുടയും ചായയോ അല്ലെ എന്തോ കഴിച്ചിട്ട് നിങ്ങളൊക്കെ പോ എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇന്ന് എനിക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞ് രാവിലെ എന്ന് പറഞ്ഞാൽ 10 മണിയോ 9 മണിയോ അല്ല ശ്രീലാൽ, നേരം വെളുപ്പിനെ തുടങ്ങി. അതും കണ്ണൂർ പോയിട്ട് അദ്ദേഹത്തിന് തട്ടകത്തിൽ പോയിട്ട് അതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതെ. അതേസമയം എന്താണ് കോൺഗ്രസിലെ നേതാക്കൾ, ഇപ്പോഴത്തെ നേതൃത്വം കെ സി വേണുഗോപാലുമായൊക്കെ സംസാരിക്കാൻ ദില്ലിയിൽ പുനഃസംഘടനയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കെ സുധാകരൻ ഈ പൊളിറ്റിക്കൽ എക്സർസൈസ് കണ്ണൂരിൽ നടത്തുന്നത്. അതാണതിലെ ഗൗരവമായ ഒരു വിചിത്രമായ കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ട് ഡൽഹിക്ക് പോകില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല, ഈ പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുക മാത്രമല്ല, എന്ത് കാര്യം, എന്ത് ഗുണം? അവിടെ പോയ അവിടെ പങ്കെടുത്ത നേതാക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു വലിയ കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ്. അല്ല, അത് പക്ഷേ അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ വിശദീകരണം പൊളിറ്റിക്കലാണ്. കോൺഗ്രസ്മാനായി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ എടുക്കും, അത് വേറെ കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞാൽ തയ്യാറാണെന്ന് കൂടി അതും പറഞ്ഞിട്ടുണ്ട്. വേറെ ഉണ്ട് കേട്ടോ, പ്രതിപക്ഷത്തെക്കുറിച്ചും ഉണ്ട്. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്കും അതുപോലെ ശ്രീ സജീവനും നമ്മൾക്കൊപ്പം എത്തിയിട്ടുണ്ട്. ശ്രീ പ്രേംകുമാർ, ഇതിപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശ്രീലാൽ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് അതിനെ കേരളത്തിലെ നേതാവായി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എടുക്കുന്ന സമീപനത്തിലൊക്കെയുള്ള ശക്തമായ വിമർശനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും താങ്കൾ ശ്രദ്ധിച്ചോ? പേര് പറഞ്ഞിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സുധാകരൻ്റെ സേവനം മതി എന്ന് തോന്നി, എന്നിട്ട് കേരളത്തിൻ്റെ ചുമതലയിൽ എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എന്നാൽ പിന്നെ എന്തിനു മാറ്റി, ഈ കസേരയിൽ ഇരുന്നാൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ഏതോ ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി കേട്ടത്, നാഷണൽ ലീഡർഷിപ്പിന്, അദ്ദേഹം തന്നെ പറഞ്ഞു, ഹൈക്കമാൻഡ് ഒന്നുമല്ല പറഞ്ഞു, നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്നവർ. എത്ര ശക്തമായിട്ടുള്ള ഒരു അതൃപ്തിയും വിമർശനവുമാണ് നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്നവർ. അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി, ഇദ്ദേഹത്തെ മാറ്റണം എന്ന് റിപ്പോർട്ട് കൊടുത്ത ദീപാദാസ് മുൻഷിയെക്കുറിച്ച് പറഞ്ഞാൽ അവരാരുടെയോ കയ്യിലെ പാവയായി കാണും, ACC ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെച്ച ഒരു ഭാഗം. പ്രേംകുമാർ. അതൊന്നുമല്ല, എനിക്ക് തോന്നിയത് ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും തഗ് ഡയലോഗ്, ഈ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ളതാണ് മോഹൻലാലിന്റെ തഗ് ഡയലോഗ് എന്നുള്ളതുപോലെ ഇദ്ദേഹത്തിന്റെ തഗ് ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഹൈക്കമാൻഡിലും പിണറായി വിജയന് സ്വാധീനമുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല എന്ന് പറയുന്നു, പക്ഷെ സാധാരണ പ്രവർത്തകർക്ക് സംശയം ഉണ്ടാവാം എന്ന് പറഞ്ഞു വെക്കേണ്ട അയാൾ. ഈ മാറ്റത്തിന്റെ പിന്നിൽ, തന്നെ പുറത്താക്കിയതിന്റെ പിന്നിൽ പിണറായി വിജയനാണോ എന്ന് വരെ കെ സുധാകരൻ സംശയിക്കേണ്ട അയാളെ തുറന്നു പറയുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ആത്യന്തികമായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്, ആരോഗ്യ പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ, കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്ന പോലെ കെ സുധാകരന്റെ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രശ്നമോ ബൗദ്ധിക ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല, കോൺഗ്രസിന്റെ സംഘടനാ സെറ്റപ്പിന്റെ ഹൈക്കമാൻഡിന്റെ ആരോഗ്യ പ്രശ്നമാണ്. അതായത് ഒരു KPCC പ്രസിഡന്റിനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഈ 2 പേർക്കെങ്കിലും ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ എന്തിനാണ് മാറ്റിയത് എന്നുള്ളത് കെ സുധാകരന് ലെവലേശം മനസ്സിലായിട്ടില്ല. തന്നെ എന്തിനാണ് KPCC പ്രസിഡന്റ് ആക്കിയെന്നുള്ളത് സണ്ണി ജോസഫിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൊടിക്കുന്നിൽ സുരേഷിനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു ലോജിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റണി ആണെങ്കിലും ഒരു ലോജിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെ മുരളീധരനെ പറ്റിയും അങ്ങനെ ഒരു കൃത്യമായൊരു റീസൺ ഉണ്ടായിരുന്നു. സണ്ണി ജോസഫിന് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റിയെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്ത കാര്യം, ഹൈക്കമാൻഡിന് മനസ്സിലാവാത്ത കാര്യം അവരെങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് പറയുക? മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, VD സതീശനാണ് ആദ്യം പ്രതിപക്ഷ നേതാവാക്കുന്നത്, അതിനുശേഷമാണ് കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിലിറ്റന്റ് ആയ സ്റ്റൈലിൽ, ബ്രണ്ണൻ കോളേജ് സ്റ്റൈലിൽ പിണറായി വിജയനെയും ഇടതുപക്ഷത്തിനെയും ഒക്കെ അടിച്ചൊതുക്കാൻ ഇന്നലെയും നമ്മൾ കണ്ണൂരിൽ നിന്ന് മുദ്രാവാക്യം കേട്ടു, ധീരജിനെ കുത്തിയ കത്തി കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന്. ആ രീതിയിൽ അക്രമം ചെയ്യുന്ന എന്റെ കുട്ടികളെ രക്ഷിക്കും, സെമി കേഡറാക്കും, സിംഹം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് കെ സുധാകരൻ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത്. അതുവരെ സൗമ്യ ഭാഷയും വൃത്തിയായി സോഫ്റ്റായി ക്രിയേറ്റീവ് ആയി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന VD സതീശൻ ചെയ്തത് കെ സുധാകരനിലേക്ക് പരകായ പ്രവേശം നടത്തുകയായിരുന്നു. അനന്തഭദ്രം സിനിമയിൽ പൃഥ്വിരാജ് ചെയ്തതുപോലെ കെ സുധാകരൻ സംസാരിക്കുന്നതിനേക്കാൾ ഭീകരമായി സംസാരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.
എന്തായിരുന്നാലും 4 കൊല്ലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനും ദീപാദാസ് മുൻഷിക്കും ഹൈക്കമാൻഡിനും മനസ്സിലായി ഇങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റ് കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. 3-ാം ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഇടതുപക്ഷ മുന്നണിയെ താഴെ ഇറക്കാൻ പറ്റില്ല. അപ്പൊ പൊതുവെ സൗമ്യരായിട്ടുള്ള ആളുകളെയാണ് പിന്നെ കൊണ്ടുവന്നുള്ളത്. നോക്കൂ, നിങ്ങൾ സണ്ണി ജോസഫ് ആയിരുന്നാലും വിഷ്ണുനാഥ് ആയിരുന്നാലും ഷാഫി പറമ്പിലായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രേംകുമാറിനോട് ചോദിക്കാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് ചിരി വന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ സണ്ണി ജോസഫിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന് വലിയ ആശ്വാസമുണ്ട്. എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്നെക്കുറിച്ച് നല്ലതാണല്ലോ കെ സുധാകരൻ പറഞ്ഞത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസമുണ്ടല്ലോ. അത് ചില്ലറ ആശ്വാസമല്ല. യെസ്. അതായത് പൊതുവെ സൗമ്യ സ്വഭാവക്കാരായ ആളുകളെയാണ് വർക്കിംഗ് പ്രസിഡന്റ്സ് ആക്കിയിട്ടുള്ളത്. ടി സിദ്ദിഖിനെ പോലെ അല്ല വിഷ്ണുനാഥ്. വളരെ സോഫ്റ്റ് ആയ, നമ്മളിവിടെ സുഹൃത്താണ്. അവരുടെ അനിൽകുമാർ ആയിരുന്നാലും ഇവിടെയുള്ള മലപ്പുറത്തായിരുന്നാലും, അപ്പൊ മൊത്തം ഒരു സോഫ്റ്റ് ലീഡർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ പ്രേംകുമാറിന് തെറ്റിന്ന് ഞാൻ പറയും. കാരണം ഇതിന് മറുഭാഗത്ത് ഒരു കൗണ്ടർ വേറെ വെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം, പാലക്കാട്ടെ MLA, ഇന്നലെ കണ്ണൂരിൽ മലപ്പട്ടത്ത് ഇവിടെ നിന്ന് ഈ കസേര ഒഴിപ്പിച്ച് എത്രയോ പാടുപെട്ട് ഓപ്പറേഷൻ സുധാകരൻ പൂർത്തിയാക്കി കെ സുധാകരനെ കണ്ണൂരിലേക്ക് എത്തിച്ചു. ആ കണ്ണൂരിലെത്തിയ കെ സുധാകരനെ അവിടെ മൈക്കിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം എത്ര ഗംഭീരമായിട്ടാണ് നറേറ്റ് ചെയ്തത്. അവിടെയാണ് ഈ മുദ്രാവാക്യം വന്നത്, ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി ഞങ്ങൾ കടലിലോ കായലിലോ ഒന്നും കളഞ്ഞിട്ടില്ല എന്ന ഏറ്റവും ഹീനമായിട്ടുള്ള, അതായത് ഞങ്ങൾ തന്നെയാണ് ധീരജിനെ കൊന്നത് എന്ന് പരസ്യമായി വിളിച്ചു പറയും വിധത്തിലേക്ക് മുദ്രാവാക്യം വരുന്നു. അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞ രീതിയിലുള്ള സോഫ്റ്റായ നേതൃത്വത്തിൻ്റെ മറുമുഖം കൂടിയല്ലേ? അല്ല ശരത്, അതായത് അത് തന്നെ ഞാൻ പറയുന്നത്. അത് ഈ റീകോൺഫിഗറേഷനിലൂടെ ഒരു സോഫ്റ്റ് ആയ ലീഡർഷിപ്പിനെ കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് ആളുകളെ നോക്കിയാൽ മനസ്സിലാവുക. രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കമാൻഡ് നിയമിച്ചതല്ല, മൂപ്പരനെ കുറെ ഐഡന്റിറ്റി കാർഡൊക്കെ ഒപ്പിച്ച് ഭയങ്കര ക്യാമ്പയിനൊക്കെ നടത്തി ജയിച്ചു വന്നതാണ്. അദ്ദേഹം അങ്ങനെ ജയിച്ചു വന്നതാണ്. പക്ഷേ സുധാകരന്റെ ഇൻഫ്ലുവൻസിൽ ഹാർഷ് ആയി കഴിഞ്ഞിട്ടുള്ള, വയലന്റ് ആയി കഴിഞ്ഞിട്ടുള്ള VD സതീശൻ അവിടെ നിൽക്കുകയാണ്. അതാണ് കെ സുധാകരൻ ഇന്നും പറയുന്നത്. സാധാരണ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒന്നിച്ചു മാറുക എന്നുള്ളതാണ്. അത് മാറിയിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്ക് പാര വെച്ചത് ഇല്ല, VD സതീശൻ ആവാൻ സാധ്യതയില്ല എന്നാ പറയുന്നത്. ചിലപ്പോൾ നാളേക്ക് സാധ്യതയായേക്കാം. അങ്ങനെയാണെങ്കിൽ പ്രേംകുമാർ സമാധാനം പറയണം. നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്നവർ അതാര്? ചോദ്യം. ഇദ്ദേഹമല്ലേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. ആകാൻ പോകുന്നതല്ലേ ഉള്ളൂ, അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പൊ പറയാം. ഇന്ന് കണ്ണൂരിൽ പറയുമ്പോഴും കെ സുധാകരൻ അതിൻ്റെ ഭാഗമായിട്ടില്ല, അവിടേക്ക് ഇങ്ങനെ എത്താൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്ന ആരോ ഒരാൾ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് ചെയ്തതാണ്. പ്രേംകുമാർ വളരെ സ്വാഭാവികമാണ് നേരത്തെ, വളരെ സ്വാഭാവികമാണ്. KC വേണുഗോപാൽ ഡൽഹിക്കാരനല്ല, ആലപ്പുഴക്കാരനുമല്ല, കണ്ണൂരുകാരനാണ്. കെ സുധാകരൻ പാർസൽ ചെയ്ത് വിട്ടതാണ് അവിടുന്ന്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കെ സുധാകരൻ പറയുകയും ചെയ്യാം. അല്ല, അതിലും തർക്കമുണ്ട്. കാരണം നാഷണൽ ലീഡർഷിപ്പിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാലിനെ കാണുന്നതെങ്കിലോ താങ്കളുടെ ഈ മറുപടി നിൽക്കാതെ വരും. അപ്പോൾ പിന്നെ അതിനോടൊട്ടി നിൽക്കുന്നത് ആര് എന്നൊരു പ്രശ്നം വരില്ലേ? വിശദീകരിക്കുന്ന പോലെയാണിത്. കവിതയ്ക്ക് ഇല്ലോജിക്കലായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, സുധാകരൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യാൻ നിർത്തുകയാണോ? എന്നെ വിളിച്ചുകൊണ്ട് ഞാനെന്ത് പറയാനാണ്? അല്ല, അതിന് ഭയങ്കരമായിട്ട് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ പിന്നെ ചോദിച്ചു പോവില്ലേ? എന്താ രസം എന്ന് വെച്ചാല് കെ സുധാകരൻ പറയുന്നതിന്റെ അകത്ത് ലോജിക് ഉണ്ടെന്നേ. കെ സുധാകരൻ പറയുന്നതിൽ ലോജിക് ഉണ്ട്. എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഇനി ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കരുതല്ലോ. വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിന്റെ ചാർജ് തന്നിട്ടുണ്ട്, ഞാൻ പ്രസിഡന്റ് ആയാൽ പോരെ. അപ്പൊ ചെയ്യാവുന്ന ഒരു പരിഹാരം എനിക്ക് തോന്നുന്നത്, എന്താ 2 പ്രസിഡന്റ് ആയാൽ എന്താ പ്രശ്നം? സജീവനെ പോലുള്ള ആളുകൾ അതിൽ ഗഹനമായ അഭിപ്രായം അതിന് റോൾ മോഡൽ ഉണ്ട്. എന്ന് വെച്ചാൽ BJPക്ക് ഇപ്പോൾ ഒരു ജില്ലയിൽ 2 പ്രസിഡന്റുമാരുണ്ട്, ഒന്നിലേറെ പ്രസിഡന്റുമാരുണ്ട്. ഒരു ജില്ല 2 ജില്ലയാക്കിയതാണ്. അല്ല, 2 മേഖലയാക്കിയാൽ മതി. ഇപ്പോൾ ഒരു ജില്ലയെ സംബന്ധിച്ച് വടക്കൻ മേഖല അല്ലെങ്കിൽ തെക്കൻ മേഖല ജില്ലാ പ്രസിഡന്റുമാരുണ്ട് BJPക്ക്. അത് അവർക്ക് ഗുണമാണെന്നാണ് അവർ ഉത്തരേന്ത്യയെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാകാതെ ചെയ്യുന്നത്. അപ്പോൾ പലതിലും BJP ഈ സാമുദായിക ഇക്വേഷൻസ്, ജാതി ഉപജാതി ഇതൊക്കെ നോക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസും മാറി എന്ന് ധരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും വിമർശകരും കേരളത്തിനകത്തുണ്ട്. അത് സസ്പെൻസ് ആണ്, ഞാൻ പറയില്ല ബാക്കി. അങ്ങനെ ശരത്, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു സാധനം ആലോചിച്ചുകൂടാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 2 KPCC പ്രസിഡന്റുമാർ, ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ പോലെ നോർത്ത് സൗത്ത് എന്നാവാം, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംഘടിപ്പിക്കാൻ ഒരു KPCC പ്രസിഡന്റ്. സണ്ണി ജോസഫും കണ്ണൂർ. അപ്പൊ എന്ത് ചെയ്യും?
അപ്പൊ പ്രശ്നമായില്ലേ? റീജിയന്റെ പറ്റില്ല, ആ. റീജിയന്റെ പറ്റില്ല. അത് പറ്റില്ല. സണ്ണി ജോസഫ് കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, കെ സുധാകരൻ പിണറായി വിജയനെ അടിച്ച് ശരിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ട് പ്രസിഡന്റ് ആവാന്നുള്ളതാണ്. അല്ലെങ്കിൽ KPCCക്കും ഹൈക്കമാൻഡിനും ഇടയിൽ കെ സുധാകരൻ കമാൻഡ് എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ് ഇവോൾവ് ചെയ്ത് അല്ല, വരുന്നത്. പണ്ടില്ലായിരുന്നോ KS ബ്രിഗേഡ് എന്ന് പറഞ്ഞ്? പണ്ട് അങ്ങനെ ആ KS ബ്രിഗേഡ് കണ്ണൂരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന കാലത്ത് അവരാരും ഹൈക്കമാൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല. KS ബ്രിഗേഡ് കെ സുധാകരൻ ഗംഭീരൻ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇദ്ദേഹം ഹൈക്കമാൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. കാരണം കെ സുധാകരൻ തന്നെയാണ് പറഞ്ഞത് എന്നെ മാറ്റിയതും സണ്ണി ജോസഫിനെ നിയമിച്ചതും ഹൈക്കമാൻഡ് ആണെന്ന്. ഇന്ന് കെ സുധാകരൻ പറയുന്നത് കോൺഗ്രസ് മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആരവാണ് എന്നെ മാറ്റിയെന്നാണ്. അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുടിഞ്ഞു പോവട്ടെ എന്ന് വിചാരിക്കുന്നവരാണെന്ന് കെ സുധാകരൻ പറയാം. അപ്പൊ ഹൈക്കമാൻഡിന് മുകളിലുള്ള ഒരു കമാൻഡിൽ കെ സുധാകരൻ സ്വയം പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോ അങ്ങനെ ഒരു കമാൻഡ് ഉണ്ടായി വരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. 2 KPCC പ്രസിഡന്റുമാര് എന്നുള്ള നല്ലൊരു സ്ഥാനത്തിലേക്ക് ഞങ്ങൾ CPM-നെ പോലും നല്ല വലിയ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾക്ക് 2 പ്രസിഡന്റുമാരുണ്ടാവും എന്നുള്ള ഒരു പ്രപ്പോസിഷനിലേക്ക് പോയാൽ താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ആ ഡയലോഗിന്റെ അകത്ത് കേസ് ഒരു കാര്യം ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ അപ്പൊ 2 പേർക്കും KPCC വേണ്ടേ? 2 KPCC കമ്മിറ്റി വേണ്ടേ? സംസ്ഥാന സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ, DCC പ്രസിഡന്റുമാർ വേണ്ടേ? വേണ്ടല്ലോ. ഈ പുതിയ ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എക്സിക്യൂട്ടീവ് എഡിറ്റർ, കൺട്രോളിംഗ് എഡിറ്റർ, ചീഫ് എഡിറ്റർ, എഡിറ്റർ ഇൻ ചീഫ്. പണ്ട് ഒരു എഡിറ്റർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 4 എഡിറ്റർമാരൊക്കെ ഉണ്ട്. അതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ 2 KPCC പ്രസിഡന്റുമാർ. താരതമ്യം ചെയ്ത് ഇങ്ങോട്ട് കയറുകയാണോ? അല്ലാതെ ചാനലുകൾ അങ്ങനെയാണ്, അതുപോലെ ആകാവുന്നേ ഉള്ളൂ. അത് വേണ്ട. കനകോലു കൃത്യമായിട്ടും ഒരു വഴി അതിന് കാണിച്ചു കൊടുക്കുന്ന ഞാൻ വിചാരിക്കുന്നത് 2 പ്രസിഡന്റുമാർ. ഓക്കെ, റൈറ്റ്. ഏതായാലും ശ്രീ സജീവൻ, ഏതായാലും ഈ കോണ്ടെക്സ്റ്റിൽ, ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മളും സംസാരിച്ചിട്ട് കുറച്ചായി. ഞങ്ങളിപ്പോൾ ഈ സംസാരമൊക്കെ ഇങ്ങനെ കുറച്ച് നീണ്ടുപോയി, താങ്കളിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നല്ലോ. അതായത് സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന സമയത്ത് നോക്കിയാൽ MP-മാർ പലരും എത്തിയില്ല, അതും സീനിയർ MP-മാർ പലരും എത്തിയില്ല. ഇന്ന് ശശി തരൂർ വളരെ കാഷ്വലായി പറഞ്ഞു വിട്ടു, എന്നോട് രാഹുൽ ഗാന്ധി ഒന്ന് ഫോണിൽ ചോദിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, മറ്റ് ചിലരെയും ഒക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു ടോണുണ്ട്. ഇതുപോലൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രോസസ്സിൽ MP-മാരടക്കമുള്ളവരോട് കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് അഭിപ്രായം തേടുന്ന ഒരു പതിവുള്ളപ്പോൾ, രീതി ഉള്ളപ്പോൾ അതൊന്നും കാര്യമായി പാലിച്ചിട്ടില്ല. അതിൻ്റെ പ്രതിഫലനമാണ് ശശി തരൂർ ഇന്ന് പറഞ്ഞതിൽ ഞാൻ കേട്ടത്. മറ്റൊരാളെ ഞാൻ ശ്രദ്ധിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വാർത്തകളിലും അധികം കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അച്ചടക്ക സമിതിയുടെ ചുമതലപ്പെട്ട അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസിലെ വളരെ സീനിയറായിട്ടുള്ള അദ്ദേഹവും ഞാൻ മനസ്സിലാക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, വലിയ എതിർപ്പുകൾ, അതൃപ്തികൾ ഒക്കെ ഒരു ഭാഗത്ത് കാര്യമായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും അതിൻ്റെ കാരണങ്ങളും പ്രശ്നങ്ങളും വളരെ ശക്തമായി അവതരിപ്പിച്ചു വെച്ചു. അതിലൊരു കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു വെച്ചത്, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു. ഞാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ശ്രീ സജീവൻ താങ്കളുടെ മുമ്പിലേക്ക് ഇടാം. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു. ഇത് പറയുന്നത് കെ സുധാകരനാണ്. കെ സുധാകരനാണ് VD സതീശനോടൊപ്പം കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വമായി ഒന്നിച്ചു വന്നയാൾ. ആ കെ സുധാകരൻ തന്നെ ആ പദവി ഒഴിയുമ്പോൾ തനിക്കൊപ്പം നേതൃത്വത്തിൻ്റെ ഭാഗമായി നിന്ന് കോൺഗ്രസിനൊരു പ്രത്യാശ പകർന്ന നേതൃത്വത്തിലെ രണ്ടാമനായിട്ടുള്ള അല്ലെങ്കിൽ VD സതീശൻ്റെ പ്രവർത്തനത്തിലെ അസംതൃപ്തി വേണ്ടവിധം ശക്തമായി ആ പ്രതിപക്ഷം മാറിയിട്ടില്ല എന്ന് പറയുന്നത്, അത് ഒട്ടും നിസ്സാരമല്ലാത്തൊരു രാഷ്ട്രീയ നിരീക്ഷണമല്ലേ സുധാകരൻ നടത്തിയത്? തീർച്ചയായും. കാരണം സുധാകരന്റെ ഓരോ വാക്കും കുറുക്കിക്കൊള്ളുന്നതാണ്. ഇന്ന് പല മാധ്യമങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഓരോന്നും വേണ്ടിടത്ത് കൊള്ളുന്ന രീതിയിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, സതീശൻ തനിക്ക് എതിരായിട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ തനിക്കെതിരെയുള്ള ഒരു ഉപജാപക സംഘത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നോട് രാഹുൽ ജിയോ ഖാർഗെ ജിയോ ഒന്നും എന്നെ മാറ്റുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല, അവരെന്നോട് വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചില ആളുകൾ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തി. അപ്പൊ അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്ന KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞില്ല. KC വേണുഗോപാൽ എന്നോട് മാറണമെന്ന് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം KC വേണുഗോപാലിനെയും ഈ സതീശനെയും മറ്റു പല ആളുകളെയും ഒക്കെ തനിക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഓരോ പ്രവർത്തനവും ഓരോ വാക്കും ഇന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ, അത് ഏറ്റവും കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, നേരത്തെ താങ്കൾ തന്നെ ചോദിച്ച പോലെ
എന്നെ മാറ്റുന്നതിന് പിന്നിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ്. പിണറായി ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയാണല്ലോ വളരെ കൃത്യമായിട്ട് അങ്ങനെയും വന്നേക്കുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ്. പിണറായിക്ക് മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തൊരു അവസരം, ചില ആളുകൾ, കോൺഗ്രസിലെ ചില ആളുകൾ ചെയ്തു കൊടുത്ത ഒരു കാര്യമാണോ തന്നെ മാറ്റൽ എന്ന് പോലും അദ്ദേഹം പറയുന്നത്. അതിന് കുറെ കൂടി സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയുന്നത്, നിങ്ങളെ മാറ്റിയതിനോടുള്ള പ്രതികരണം ചോദിക്കുമ്പോൾ എന്നെ മാറ്റിയതല്ല, താങ്കളെ മാറ്റിയത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, എന്നെ മാറ്റിയ ഗുണമാണോ ദോഷമാണോ എന്ന് പറയേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളുമാണെന്നാണ്. കാരണം അത് വളരെ കൃത്യമാണ്. കാരണം തന്നെ മാറ്റിയത് ഗുണമാണോ ദോഷമാണോ എന്ന് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും പറയും എന്ന് പറയുമ്പോൾ സുധാകരൻ അതിലൂടെ കൃത്യമായ ചില ലക്ഷ്യം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്, ചില താല്പര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സുധാകരന്റെ പ്രതിഷേധം അദ്ദേഹം കൃത്യമായ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കാനാണ് ഡൽഹിയിൽ പോകാതെ നേരെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തിയിട്ട് ഓരോ ചാനലിന്റെയും പ്രതിനിധികളെ മുന്നിൽ നിർത്തിയിട്ട് കാര്യങ്ങൾ അവരോട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കഴിയും. ഒരു ചോദ്യത്തിനും സാധാരണ രീതിയിൽ ചിലപ്പോഴൊക്കെ സുധാകരൻ ക്ഷുഭിതനാവാറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് ഒരു ചോദ്യത്തിനും അദ്ദേഹം ക്ഷുഭിതനായില്ല. മാത്രമല്ല അദ്ദേഹം വളരെ സാവധാനത്തിൽ വളരെ സമയമെടുത്തുകൊണ്ട് ഓരോന്നിനും മറുപടി പറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ട്. അപ്പോൾ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം അത് പല ആളുകളും ഞാൻ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പല ആളുകളും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്, ചായക്കോപ്പയില് കൊടുങ്കാറ്റാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് പല ആളുകളുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളൊക്കെ മാറാറുണ്ട്. പക്ഷെ സുധാകരൻ വളരെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. അത് വളരെ പല ആളുകൾക്കും ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ കൃത്യമാണല്ലോ ലക്ഷ്യം. അത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വ്യക്തി ആ പ്രതിപക്ഷത്തിന് വേണ്ട രൂപത്തിൽ കൊണ്ടുപോകാൻ യോജിച്ചയാളല്ല എന്നൊരു സൂചന കൂടി കൊടുക്കുന്നുണ്ട്. അതിനോട് കൂട്ടി വായിക്കേണ്ട കാര്യം, ഇന്ന് സുധാകരനെതിരെ പറയാൻ മാധ്യമപ്രവർത്തകർ പല നേതാക്കന്മാരെയും സമീപിച്ചല്ലോ. അതിൽ മുരളീധരൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വികാരമാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലെ ഇച്ഛാഭംഗമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നമ്മൾ നോക്കൂ. സാധാരണഗതിയിൽ ഈ സ്ഥാനം ഒഴിഞ്ഞിട്ട് പുതിയ ടീം വന്നു, അതുകൊണ്ട് കോൺഗ്രസിനെയും മറ്റും നന്നാക്കിയെടുക്കുകയും മുന്നണിക്ക് അടുത്ത തവണ അധികാരം കിട്ടുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡ് ചെയ്തതെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് ഒരു അവസ്ഥ ഉണ്ടാവുന്നു. സുധാകരനെ വെറുതെ കറിവേപ്പില പോലെ പുറത്ത് കളയുകയല്ല, കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി, അതായത് ഉന്നതാധികാര സമിതിയുടെ ഒരു സ്ഥിരം ക്ഷണിതാവായിട്ട് അംഗത്തെ സ്ഥിരം സജീവൻ അതിനെ ഏറ്റവും വലിയ തമാശയാക്കി മാറ്റിയത് കെ സുധാകരൻ തന്നെയാണ്. അവിടെ പോയിട്ട് എന്ത് ഗുണം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെ, അത് വേറെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് പോലും ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ സാധാരണ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു. സാധാരണ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു. അതിനാൽ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞതിൽ നിന്നാണ് പക്ഷേ രമേശ് ചെന്നിത്തലയെ വലിയ തോതിൽ സന്തോഷവാനാക്കുന്ന ഒരു പരാമർശമല്ലേ കെ സുധാകരനിൽ നിന്ന് ഇന്നുണ്ടായത്. അതായത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് അധികം മാർക്ക് കൊടുക്കാൻ കെ സുധാകരൻ സന്നദ്ധനല്ല, പ്രതിപക്ഷ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് ആര് എന്നൊരു ചോദ്യവും അതിനോടൊപ്പം ഉണ്ടല്ലോ. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം രമേശ് ചെന്നിത്തല നടത്തിയുള്ള പ്രതികരണം നോക്കൂ. അദ്ദേഹം പറയും, ഞാനിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണത്, അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിവാദങ്ങളിലേക്ക് ഇടപെടാൻ തയ്യാറല്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇത് നേരെ മറിച്ച് ഇപ്പോൾ സുധാകരൻ നടത്തിയ പ്രതികരണങ്ങൾ ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സുധാകരന്റെ അഭിപ്രായങ്ങളോട് ഏതാണ്ട് യോജിക്കുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മോശമാണോ എന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പോലും മൗനം പാലിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ, അത് തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെല്ലാമോ പറയാൻ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണല്ലോ ബോധ്യപ്പെടുന്നത്.
ശ്രീലാൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പോൾ വന്നൊരു ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്പേസാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം കോൺഗ്രസ്സിൽ ഈ ചക്കളത്തി പോരാട്ടം ഉണ്ടാവും, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിക്കും. കുറേ കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരലും തോപ്പിക്കലും പരിപാടികളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തവണ അടക്കം അവരുടെ മുമ്പിൽ അവരുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നം എന്ത് തരത്തിലും ജയിച്ചേ പറ്റൂ, സംസ്ഥാനത്തെ ഭരണം പിടിച്ചേ പറ്റൂ, ഇങ്ങനെ പരസ്യമായി അത് പറയാനും ഒരു മടിയും യഥാർത്ഥത്തിലില്ല. ശരിയായി പ്രവർത്തിച്ച് അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നുവെങ്കിൽ അതിനാണ് ഞങ്ങൾ പോരാടുക എന്നൊന്നുമല്ല പറയുന്നത്. എങ്ങനെയും ഈ സംഭവം കിട്ടിയേ തീരൂ എന്ന മട്ടിലുള്ള ഇവരുടെ ഒരുതരം രാഷ്ട്രീയമായ ആർത്തി ഈ നേതാക്കൾ അവരുടെയൊക്കെ പരസ്യമായ പരിപാടികളിൽ ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് പണിയെടുക്കുന്നു, എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് ചോദിച്ചാലാണ് പ്രശ്നം. അവിടെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത ഭാഗത്ത് ഒരു കാര്യമുള്ളത്. ഇന്ന് അത് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഈ ചാനലുകളൊക്കെ ആ വാർത്തകളിൽ അത് അത്രമേൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കും ഒരു സംശയമുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം, വളരെ കുറച്ചേ ഉള്ളൂ. അതേ രീതിയിലൊരു പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു ഇല്ല എന്ന് പറയാനൊന്നും ഇല്ല, ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ടില്ല, അവർക്ക് താല്പര്യം, അവർക്ക് മാറ്റേണ്ടെന്ന് അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ നിഴലിക്കും, സ്വാഭാവികം. നമ്മൾ ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. വ്യക്തമല്ലേ ശ്രീലാൽ? തൻ്റെ കാര്യത്തിൽ ഒരു നീതി, വി ഡി സതീശൻ്റെ കാര്യത്തിൽ മറ്റൊരു നീതി. ഇതിൽ പരം എങ്ങനെയാണ് അദ്ദേഹത്തിന് പറഞ്ഞു വെക്കാനാവുക? അതായത് ഈ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന KPCC പുനഃസംഘടന, ഇതെല്ലാം ചില ആൾക്കാരുടെ ചില തോന്നലുകളും ചില രീതിക്കും അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ഒരു മാറ്റം മാത്രമാണ് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു വയ്ക്കുകയാണ് കെ സുധാകരൻ. തന്നെ മാറ്റിയത് മാത്രമല്ല, മറ്റ് കൊണ്ടുവന്ന ആൾക്കാരുടെ കാര്യത്തിലും അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെ കോൺഗ്രസ്സിൽ ഇങ്ങനെ തന്നെയാണ്. കോൺഗ്രസ്സിൽ ഇതൊക്കെ ചില ആൾക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വന്നു പോകുന്ന ഒരു കാര്യം മാത്രമാണെന്നുള്ളതാണ്. ഇവിടെ അതിനോടൊപ്പം തന്നെ കാണേണ്ടത്, മുൻപ് ഇറങ്ങിപ്പോയ KPCC പ്രസിഡന്റുമാരിൽ ചിലർ, ഇപ്പോൾ VM സുധീരനായാലും അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും അതിനുശേഷം കാര്യമായ ഒരു ഇടപെടൽ നടത്താതെ മാറി എന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെ ആകില്ല താൻ എന്ന് ആണ് ഇന്നിപ്പോൾ കെ സുധാകരൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അടുത്ത വരും ദിവസങ്ങളിലും താൻ ഇവിടെ തന്നെ ഉണ്ടാകും, താൻ ഇതൊക്കെ തന്നെ ചെയ്യും, തന്നെ അങ്ങനെ മറ്റവർ ഒഴിവാക്കിയതുപോലെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് KPCC പ്രസിഡൻ്റാക്കി സ്ഥാനത്തു നിന്നും എന്നെ പുറത്തിറക്കി വിട്ടതിനുള്ള ചില മറുമരുന്നുകളും ചില പറച്ചിലുകളും തൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാനോ ശക്തമായ ഭാഷയിൽ അത് പാടില്ലായിരുന്നു എന്ന് പറയാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതല്ല ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല, കെ സുധാകരൻ സംയമനം പാലിക്കണം എന്ന് പറയാൻ സംസ്ഥാനത്തൊരു നേതാവ് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ പലപ്പോഴും പരസ്യ വിഴുപ്പലക്കലിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന തിട്ടൂരങ്ങളൊന്നും വന്നിട്ടുമില്ല. അതായത് കെ സുധാകരൻ പറയുന്നതിന് ഇപ്പോൾ തൽക്കാലം അതിനോട് പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറുന്നു. അതാണ് കോൺഗ്രസിൻ്റെ പിന്നോട്ട് പോക്കെന്ന് പറയുന്നത്. കോൺഗ്രസിനെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടീമിനെ പ്രഖ്യാപിച്ച് ആ ടീമിനെ കരുത്തു പകരാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് വച്ചതിന് തൊട്ടു പിന്നാലെയാണ് അതിനേക്കാൾ വലിയ വേഗത്തിൽ പിന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ശരത് നേരെ സൂചിപ്പിച്ചതുപോലെ ഈ എങ്ങനെയും അധികാരത്തിൽ വരണം എന്നുള്ളത് അത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിസന്ധി, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രതിസന്ധി മാത്രമല്ല, എങ്ങനെയും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് വ്യക്തമായ തിരിച്ചറിവ് കൂടിയുണ്ട്. ആ തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വ്യഗ്രതയും ഈ എടുത്തുചാട്ടവും ഈ പരക്കം പാച്ചിലുമെല്ലാം. പക്ഷേ അതിന് നോക്കൂ, നാട്ടുകാർക്ക് നല്ല തിരിച്ചറിവുണ്ടാവില്ലേ? നാട്ടുകാർക്ക് മാത്രമല്ല, സുധാകരൻ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ സാമുദായിക സന്തുലിത അവസ്ഥ പാലിച്ചതുകൊണ്ട്, പാർട്ടിയിൽ ഇതെല്ലാം പാലിച്ചതുകൊണ്ട് മാത്രം ജയിക്കില്ല. അതിന് ജനങ്ങളെ ഒപ്പം നിർത്തണം, സാധാരണക്കാരനെ ഒപ്പം നിർത്തണം, അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഇപ്പോൾ അവിടെയല്ലേ കാരണം അതെങ്ങനെയാണ് സാധ്യമാവുക? ഒരു തുടർ ഭരണം 16 പറഞ്ഞ കാര്യങ്ങൾ ആകെയും ചെയ്ത് പൂർത്തീകരിച്ച് അതിൻ്റെ ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ജനങ്ങൾക്ക് പ്രകടന പത്രികയിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ ഇതാണ്, ഞങ്ങളിതാ ഓരോ വർഷവും ഇത്ര പൂർത്തിയാക്കി, 10ാം വർഷത്തിലേക്ക് കടക്കുന്നു, ഇനി അവശേഷിക്കുന്നത് ഇത്രയേറെ കാര്യങ്ങളാണ്. അത് ഏറ്റവും അധികം ചലഞ്ച് ചെയ്യേണ്ടത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു കേസ് നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വർഷം പോലും ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ചലഞ്ച് ചെയ്തിട്ടേയില്ല കേരളത്തിലെ പ്രതിപക്ഷം. വളരെ ശക്തമായി അതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ കൊണ്ടുവരാനോ അതിനെതിരെ ഒരു ഡിബേറ്റ് രൂപപ്പെടുത്താനോ ഒന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കെ ആ പ്രതിപക്ഷം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. തീർച്ചയായും, കാരണം പ്രതിപക്ഷത്തിന് കൊണ്ടുവന്ന ആരോപണങ്ങളിൽ പോലും ഉറച്ചു നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിപ്പോൾ വി ഡി സതീശൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിന് മുമ്പിരുന്ന പ്രതിപക്ഷ നേതാവായാലും ശരി, കൊണ്ടുവന്ന ഒരു വിഷയത്തിനും എത്രയോ ആരോപണങ്ങൾ കൊണ്ടുവന്നു. ആരോപണങ്ങൾ കൊണ്ടുവരുന്നു, ഒരു ആരോപണം എടുത്ത് ഒരു എറിയുന്നു, അവിടെ നിർത്തുന്നു, അടുത്തടുത്ത് പിടിക്കുന്നു. ഇപ്പോൾ ആട് ഇല കടിച്ചു പോകുന്നത് പോലെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടി പോവുകയാണ്. ഒരെണ്ണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാളിപ്പോകുന്നത് കൊണ്ടും അത് പരാജയപ്പെടുന്നതും വസ്തുതയല്ലാത്തത് കൊണ്ട് കൂടിയാണ് കൊണ്ടുവരുന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിന്ന് അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു വിഷയം പോലും
കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ അകത്ത് പ്രധാനമായും ഈ പറയുന്ന തമ്മിലടിയും അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നാൽ അത് മറ്റേ ടീമിന് ഗുണമാകും എന്നുള്ള ഈ ചക്രത്തിൽ പോര് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവിടെയാണ് കെ സുധാകരൻ ഇനി എത്ര പ്രാധാന്യത്തോടെ വരാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. റൈറ്റ്. ഞാൻ ശ്രീലാൽ പറഞ്ഞൊരു കാര്യമാണ് പ്രേംകുമാറിനോട് ചോദിക്കാനുള്ളത്. മറ്റ് KPCC പ്രസിഡന്റ്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2016 മുതൽ നോക്കിയാൽ VM സുധീരനെ അറിയാം. VM സുധീരൻ ഇതുപോലെ തന്നെ അന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പല രൂപത്തിൽ അന്ന് രാഷ്ട്രീയ വിമർശനമായി വാർത്താ സമ്മേളനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. മുല്ലപ്പള്ളിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്, MM ഹസൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും KPCC പ്രസിഡന്റുമാരായി വരുന്ന വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരികയും ഒടുവിൽ ഏറ്റവും അപമാനിക്കപ്പെടും വിധത്തിലേക്ക് ഇറക്കിവിടെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത വിധത്തിലേക്കാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. പക്ഷേ ഇവിടെ സുധാകരൻ ഇതിനോട് പാർട്ടി പ്രവർത്തകരുടെ മൂഡ് എന്താണ്, അവരുടെ ചിന്ത എന്താണ് എന്ന് അദ്ദേഹം എങ്ങനെ ധരിക്കുന്നു, കെ സുധാകരൻ എങ്ങനെ ധരിക്കുന്നു എന്ന് ഇന്ന് പറഞ്ഞ ചില വാചകങ്ങൾ കൂടി പ്രേംകുമാറിലേക്ക് ഒന്ന് സംസാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് കാണാം. താങ്കളെ മാറ്റിയതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് വലിയ തോതിൽ എതിർപ്പുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയാം. അത് പണി അണികൾക്ക് പൊതുവെ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നേതാക്കന്മാർക്കും ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. നോക്കൂ പ്രേംകുമാർ, ഇത് നിസ്സാരമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ? പാർട്ടി അണികൾക്ക് എതിർപ്പുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ട്. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്, യോജിച്ച തീരുമാനമാണ്, ഒറ്റക്കെട്ടായ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പ്രവർത്തക സമിതിയിലേക്ക് ക്ഷണിതാവായി തീരുമാനിച്ചുകൊണ്ടാണ് കെ സുധാകരനെ മാറ്റിയ തർക്കമൊന്നുമില്ല. പക്ഷേ ആ കെ സുധാകരൻ തന്നെ പറയുന്നത് കേരളത്തിലെ പാർട്ടി അണികൾക്കിടയിൽ അതൃപ്തിയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഞാനതിൽ കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടി ഇതിനിടയിൽ പലപ്പോഴും ചർച്ചകളിൽ വന്നിട്ടുണ്ടോ വേണ്ടത്ര നിലയിലെന്ന് തോന്നുന്ന ഒരു പേരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പുതിയ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൽ താല്പര്യമുള്ളയാളായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞില്ല. അഭിപ്രായങ്ങളുടെയും എണ്ണവും ഭൂരിപക്ഷവും ഒക്കെ നോക്കിയപ്പോൾ സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ അദ്ദേഹം അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനാണ്. പുതിയ KPCC പ്രസിഡന്റിനെ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലും കേരളത്തിലെ വളരെ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവ് ചിത്രത്തിൽ പോലുമില്ല. ആൻ്റണിയൊക്കെ വരാതിരുന്നതിനെക്കുറിച്ച് പറഞ്ഞു, MP മാർ വരാതിരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. സണ്ണി ജോസഫ് ഈ ചടങ്ങിൽ KPCC പ്രസിഡന്റ് ആകുമ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്ന, സന്നിഹിതനാകാതിരുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒന്നാം നിര നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതിന് ഒരു സാമുദായിക ഇക്വേഷൻസിൻ്റെ പ്രശ്നം കൂടി പ്രേംകുമാർ കാണുന്നുണ്ടോ? കാരണം കോൺഗ്രസിൻ്റെ ഒരു ഘടന വെച്ചും ചിന്താഗതിയും കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു ധാരണയുടെയോ താല്പര്യത്തിൻ്റെ അല്ല. പ്രതിപക്ഷ നേതാവ് ഹിന്ദു നായരാണ്. KPCC പ്രസിഡന്റ് കൂടി അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് വരാൻ നിലവിൽ നിൽക്കുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടാകില്ല. പാവം തിരുവഞ്ചൂർ ആ വിധമൊക്കെ മുമ്പ് പറഞ്ഞ സാമുദായിക ഘടന ഇക്വേഷൻസ് പ്രകാരം പിന്തള്ളപ്പെട്ടു പോയതാണോ? പ്രേംകുമാർ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഒന്നെന്താ വെച്ചാൽ ഈ കാര്യത്തിൽ ജാതി ഉപജാതി കാര്യങ്ങൾ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കേരളത്തിൽ കോൺഗ്രസ് എന്നുള്ളത് ഇത്രയും സ്ട്രോങ് ആയ ഒരു പ്രസ്ഥാനമായി വന്നത് എന്തായിരുന്നാലും ജാതികൾക്കും ഉപജാതികൾക്കും അതിന്റെ നേതാക്കന്മാരെ വീതിച്ചു കൊടുത്തത് കൊണ്ടല്ല, മറിച്ച് സാമുദായിക നേതാക്കളുടെ തിട്ടൂരം കേൾക്കാതെ അതിന് മുകളിൽ നിന്ന് സംഘടനയെയും സംസ്ഥാനത്തെയും നയിക്കാൻ പോകുന്ന കെൽപ്പുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ ഇത് കനകോല് പറഞ്ഞിട്ടാണോ വേറെ ഏതെങ്കിലും ബുദ്ധിജീവികൾ പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കത്തോലിക്ക, യാക്കോബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമെന്നുള്ളൊരു തിയറി എന്തായിരുന്നാലും നാളിതുവരെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഇത്രയ്ക്കും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ളത് ശരത്ത് ചാനലിൽ പറയുമ്പോഴായിരിക്കും തിരുവഞ്ചൂർ പോലും ഇപ്പൊ ഓർക്കുന്നുണ്ടാവുക. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിട്ടുള്ള കെ സുധാകരൻ, തൊട്ടു മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ ഇന്ന് ചാനലുകളോട് പറയാണ് കോൺഗ്രസ് മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആരോ ആണ് എന്നെ മാറ്റിയതെന്ന്. അദ്ദേഹത്തെ മാറ്റിയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞത്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞത് അച്ചടക്ക ലംഘനം അല്ല എന്ന് തീർപ്പ് പറയുന്ന ആരാണെന്നറിയോ? കെ മുരളീധരനാണ്. അദ്ദേഹം ആരായിരുന്നു? മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്, തിരിച്ചു വന്ന ആളാണ്, വടകരയിൽ MP ആയിരുന്നു, തൃശ്ശൂർ കൊണ്ടുപോയി ഇവരെന്നെ തോൽപ്പിച്ച ആളാണ്. അച്ചടക്ക സമിതി അധ്യക്ഷനല്ലേ ഇത് പറയേണ്ടത്? തിരുവഞ്ചൂരിന് ഒരു പരാതി ഉണ്ടായിട്ടുണ്ടാവില്ല. കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പരാതി ഉണ്ടായിട്ടുണ്ടാവോ? ഇല്ല. പിന്നെ ശ്രീലാല് പറഞ്ഞതിനോട് ഇവര് സൈലന്റ് ആയിട്ട് ഇതിനെ അവഗണിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല കെ സുധാകരന്റെ ശബ്ദം താഴുമെന്ന്. തന്റെ പ്രതികരണങ്ങളോട് ആരും കൊമ്പ് കോർക്കാതിരിക്കുമ്പോൾ സുധാകരൻ പിന്നെയും പ്രൊവോക്ഡ് ആവാനാണ് സാധ്യത. കൂടുതൽ ശബ്ദത്തിൽ അയാൾ സംസാരിക്കാനാണ് സാധ്യത. ഇന്ന് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുണ്ടായിരുന്നു,
കോൺഗ്രസിന്റെ തീരുമാനം ശരിയല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയും തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രാജിവെച്ച് അങ്ങ് പോലെ എനിക്കറിയാം സമ്മതം വേണമെന്നുള്ളത്. ആ പഴയ കാർഡ്, ആ പഴയ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും സുധാകരന്റെ കയ്യിലുണ്ട്. ഞാനൊക്കെ വളരെ ഭയത്തോടെ കാണുന്ന, വളരെ സങ്കടത്തോടെ കാണുന്ന, വളരെ ഭീതിയോടെ കാണുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഡെയിലികളിൽ, നാഷണൽ ഡെയിലിയിൽ വരാവുന്ന ഒരു ഹെഡ്ലൈൻ, എക്സ് PCC ചീഫ് ജോയിൻസ്, പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ കേരളത്തിന്റെ PCC പ്രസിഡന്റിനെ പറ്റി വരുന്നത് കേരളത്തിന് മൊത്തം അപമാനമായിരിക്കും, കേരളത്തിന് മൊത്തം നാണക്കേടായിരിക്കും, കേരളത്തിന് മൊത്തം പൊളിറ്റിക്സിനെ ബാധിക്കുന്നതായിരിക്കും. അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം, ഇതിപ്പോ 2025 മെയ് മാസമാണ്, 2026 ഏപ്രിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ സീസൺ ആലോചിച്ച് നോക്കൂ. അതായത് 2020 മെയ് മാസത്തിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? കൃത്യം ഒരു വർഷം മുന്നേ അന്ന് ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരെ ഏറ്റവും ഭീകരമായ ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തും കുരുവും ബിരിയാണി ചെമ്പൊക്കെ ആയിട്ട് അതിഭീകരമായ ആരോപണങ്ങൾ ഉയർന്നു വരികയും നമ്മളെ പോലെയുള്ള ആളുകളെല്ലാം തന്നെ ഇതിന്റെ എന്താ പറയാ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന, സംസാരിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിന്റെ അകത്തുള്ള അടിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവർക്ക് പിന്നെയും സംശയം. നാളെ 60 റോഡുകളാണ്, 12 സ്മാർട്ട് റോഡുകൾ അടക്കം 60 റോഡുകളാണ് നാളെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിന് സമർപ്പിക്കാൻ പോകുന്നത്. ഇന്ന് മേഖലാതല അവലോകനം അവിടെ നടക്കുകയായിരുന്നു. ആളുകൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കണ്ണൂർ വന്ന് പ്രസംഗിച്ച് രാത്രി തന്നെ തിരിച്ചു പത്തനംതിട്ടയിൽ എത്തിയിട്ട് അടുത്ത പ്രസ് മീറ്റ് നടത്താൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ റോഡുകൾ വികസിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് ഇവര് തീർത്താലും തീരാത്ത, ഒരു കാരണവശാലും ഒരു കാലത്തും തീരാത്ത ഈ പടലപ്പിണക്കങ്ങളും അടികളും ബഹളങ്ങളുമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ട് ഇപ്പൊ ക്ഷണിക്കപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഇന്ത്യയിൽ ഏത് പാർട്ടിയിലെ ആളാണ് പറയാ? CPM പറയില്ലല്ലോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒന്നും നടക്കില്ല എന്നുള്ളത്. അതിന്ന് റിലേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ശശി തരൂർ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നോട് ഫോണിൽ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു, അല്ലെ പറഞ്ഞിരുന്നു. പിന്നെ അതൊക്കെ അവരുടെ തീരുമാനമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ പറയുന്നത് ബാക്കിയൊക്കെ അവരുടെ തീരുമാനം. ഇത് ഏതാണ് ഈ അവർ? അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം. ഇതിനെപ്പറ്റി എങ്ങനെയാണ് ചർച്ച ചെയ്യുക, എന്താണ് പറയാന്നുള്ളത് അറിയില്ല. കാരണം ഇന്നലെ രാത്രിയിലെ സുധാകരനല്ല, ഇന്ന് രാത്രിയിലെ സുധാകരൻ, സണ്ണി ജോസഫ് സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ദിവസത്തെ സുധാകരനല്ല, അതിന്റെ 2 ദിവസം മുന്നത്തെ സുധാകരൻ, ഡൽഹിയിൽ പോയിട്ട് പത്രക്കാരോട് സംസാരിക്കുന്ന സുധാകരനല്ല, തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി പിറ്റന്നാൾ രാവിലത്തെ സുധാകരൻ. ദിവസം എന്നുള്ളത് പോലെ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ കോൺഗ്രസ്സുകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിലുള്ള സാധാരണ പ്രവർത്തകർ ഈ മാറ്റത്തിനെ മാനസികമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ പറയുക, MMSനെ മാറ്റിയിട്ട് പകരം VM സുധീരനെ കൊണ്ടുവന്നപ്പം ബെറ്റർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. VM സുധീരനെ മാറ്റി മുല്ലപ്പള്ളിയെ കൊണ്ടുവന്നപ്പോഴും മുല്ലപ്പള്ളി വന്നാൽ കുറച്ചും കൂടെ നന്നാവുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളിയെ മാറ്റി സുധാകരനെ കൊണ്ടുവന്നപ്പോഴും അതുണ്ടായിരുന്നു. പക്ഷേ ഈ 4 ആളുകൾക്കും ശേഷം സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരുമ്പം നിങ്ങൾ രാഷ്ട്രീയ വിശാരദന്മാർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ സാധാരണ ആളുകൾക്ക് സുധാകരനേക്കാൾ കരുത്തനായിട്ട് കോൺഗ്രസിനെ ഈ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ എത്തി നിൽക്കുന്ന 2-3 ഇലക്ഷനുകൾ എത്തി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തുണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് സുധാകരൻ അറിയുകയും ചെയ്യാം. തനിക്കെതിരെ വല്ലാത്ത ഡയലോഗുകൾ എടുക്കാനോ വല്ലാത്ത പ്രയോഗങ്ങൾ നടത്താനോ ഒന്നും ഹൈക്കമാൻഡിന് പറ്റില്ല എന്നുള്ളത്. ശ്രീ സജീവൻ, അത് പറയുമ്പോഴും കരുത്തുകൊണ്ട് കാര്യമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും വിലയിരുത്തിയിട്ടുണ്ടാകില്ലേ? സുധാകരൻ ഈ പറയുന്ന പോലെ എല്ലാം ചെയ്തു വെച്ചു, മികവാർന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, അല്ലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സംഘടനാപരമായും രാഷ്ട്രീയമായും മുന്നോട്ട് പോയി കേരളത്തിൽ ആരാണ് ഇപ്പോൾ തൃക്കാക്കരയിലെയും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെയും തെരഞ്ഞെടുപ്പ് വെച്ച് ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ പ്രവർത്തകർക്കും ഉറപ്പായും വിശ്വസിക്കാം. പക്ഷേ അവരുടെ ഏത് സാഹചര്യത്തിലും ജയിക്കാൻ കഴിയുന്ന 2 A ക്ലാസ് മണ്ഡലങ്ങളാണ്. അതിനപ്പുറത്തേക്ക് സണ്ണി ജോസഫ് അവിടെയും ഒരു അബദ്ധം കാണിച്ചു. സണ്ണി ജോസഫ് ആദ്യം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് പിണറായി സർക്കാർ വന്ന ശേഷം പിണറായിയുടെ കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പും ജയിച്ചില്ല. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റും ചോദിക്കാം, അപ്പോൾ പിന്നെ കോന്നിയിൽ ജയിച്ചതാരാണ് ഉപതെരഞ്ഞെടുപ്പിൽ? അപ്പോൾ പിന്നെ വട്ടിയൂർക്കാവിൽ ജയിച്ചതാരാണ്? അപ്പോൾ പിന്നെ പാലായിലെന്ന് ജയിച്ചതാരാണ് എന്ന് ഈ ചോദ്യങ്ങളൊക്കെ വന്നില്ലേ? ചേലക്കരയിൽ ഇപ്പോൾ ആരാണ് ജയിച്ചത്? അതൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, കരുത്തല്ല കാര്യം എന്ന നിലയിൽ സുധാകരനെയും തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരു പാർട്ടിക്ക് മാറ്റാതെ തരമില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി അതിലില്ലേ? രണ്ടാമത്തെ കാര്യം, എന്നാൽ പിന്നെ കരുത്തിൻ്റെ പ്രതീകം എന്നതൊക്കെ മാറ്റിവെച്ച് ഇത് മറ്റേ സ്റ്റീൽ അയൺ ബാറിൻ്റെ പരസ്യമൊന്നുമല്ലല്ലോ, രാഷ്ട്രീയ പ്രക്രിയയല്ലേ. അപ്പോൾ അതുകൊണ്ട് പകരം
കുറച്ചുകൂടി വേറൊരു പ്രൊഫൈലിൽ നിന്നുള്ള പുതിയൊരു പൊളിറ്റിക്കൽ എക്സ്പെരിമെൻറ്റിലേക്ക്, പരീക്ഷണത്തിലേക്ക് ആ പാർട്ടി പോയതായി കൂടെ പ്രേംകുമാർ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി. രണ്ടാമത്തെ പ്രശ്നം, വീതം വെപ്പ് എന്നത് നേതൃത്വത്തെ തീരുമാനിക്കാനുള്ള ക്രൈറ്റീരിയയായി മാറിയാൽ ഒരു പാർട്ടി എവിടെ ചെന്ന് അവസാനിക്കും, എവിടെ ചെന്നെത്തും? ഒന്നാമത്തെ കാര്യം, ഈ കരുത്തല്ല കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരുത്താവണമെന്നില്ല. കാരണം സുധാകരനെ പോലെ എപ്പോഴും മസിൽ പവർ കാണിച്ചുകൊണ്ടുള്ളൊരു പ്രസിഡന്റ് ഉള്ളത് കൊണ്ട് പാർട്ടി നന്നാവണമെന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആവുമ്പോൾ വേണ്ടത് ജനകീയതയായിരിക്കണം. വളരെ ജനകീയനായിട്ടുള്ള നേതാവിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയുന്ന സ്വാധീനമുള്ള ഒരു നേതാവിനെ KPCC പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം. കാരണം അങ്ങനെ ഒരു നേതാവിന്റെ ആവശ്യമാണ് ഇവിടെ കോൺഗ്രസിനുള്ളത്. അല്ല, കരുത്ത് കാട്ടിയത് കൊണ്ട് കാര്യമില്ലാന്ന് പറയാം. അതാണോ സ്ഥിതി? ഇപ്പൊ നമുക്കറിയാം, സണ്ണി ജോസഫിനെ തീരുമാനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആന്റോയുടെ പേര് പറയുമ്പോൾ പോലും ആന്റോ ആന്റണിയെ കുറിച്ച് പേര് വന്ന് പരസ്യപ്പെട്ട സമയത്ത് പല ആളുകളും പറഞ്ഞുള്ള കാര്യം, പോസ്റ്ററിലെങ്കിലും കണ്ടാൽ തിരിച്ചറിയാവുന്ന ആൾ വേണമെന്നുള്ളതായിരുന്നില്ലേ. സണ്ണി ജോസഫിന്റെ കാര്യത്തിലാണെങ്കിൽ സണ്ണി ജോസഫ് നല്ല മനുഷ്യനൊക്കെയാണ്. പക്ഷേ സണ്ണി ജോസഫിനും ഇതേപോലെ സണ്ണി ജോസഫിനെ കണ്ടാൽ തിരിച്ചറിയുന്ന എത്ര ശതമാനം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്നൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. അതാണ് പ്രശ്നം. അതായത് അതിലും ഭേദമായിരുന്നു സുധാകരൻ എന്ന് പല ആൾക്കും തോന്നുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ സുധാകരനെ എവിടെയും തന്റെ സാന്നിധ്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സുധാകരനെ ഓരോ രംഗത്തും പോയിട്ട് അത് താൻ നിൽക്കുന്നിടത്ത് അത് ഞാനിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി നന്നായോ എന്നുള്ളതല്ല, അദ്ദേഹം പലപ്പോഴും ആവശ്യത്തിലേറെ ശബ്ദത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നടപ്പായോ എന്നുള്ള കാര്യം വേറെ. ഇപ്പം അദ്ദേഹം പറഞ്ഞ വളരെ കൗതുകരമായ കാര്യം എന്ന് പറയുന്നത് സെമി കേഡർ പരിപാടിയായിരുന്നല്ലോ. സെമി കേഡർ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്ന മറുപടി അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന് അത് എക്കാലത്തേക്കും നിലനിൽക്കണമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സെമി കേഡർ എന്ന് പറയുന്ന അത് അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരെ കുറെ കൂടി ഊർജ്ജസ്വലരായി നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച സുധാകരന് ഈ കരുത്തൊക്കെ ഉണ്ടായിട്ടും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് നമുക്ക് പറയാവുന്ന ജനകീയത എന്ന് പറയാവുന്ന ഇപ്പോൾ AK ആന്റണിയുടെ കാര്യം. AK ആന്റണിക്ക് വളരെ കുറഞ്ഞ പ്രായത്തിലാണ് അദ്ദേഹം KPCC പ്രസിഡന്റ്. 2 തവണ അദ്ദേഹം വരുമ്പോൾ ആദ്യത്തെ തവണ വരുന്നത് വളരെ യുവാവായിട്ടുള്ള KPCC പ്രസിഡന്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അക്കാലത്ത് AK ആന്റണി ഓരോ സ്ഥലത്തും എത്തുമ്പോൾ തടിച്ചു കൂടിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ രാത്രി 10 മണിക്ക് എന്നല്ല 11 മണിക്കും 12 മണിക്കൊക്കെയാണ് ആന്റണി പലയിടത്തും എത്തുക. അപ്പോഴൊക്കെ തടിച്ചു കൂടിയിരുന്ന ആളുകളുടെ അദ്ദേഹം ഒരു ആവേശമായി മാറിയിരുന്ന ഒരു കാലമുണ്ട്. അങ്ങനെയുള്ള ഒരു ജനകീയത ഇപ്പോൾ ഏതായാലും സുധാകരൻ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പൊ സണ്ണിക്കുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. സണ്ണി ജോസഫ് നമുക്കറിയാം സുധാകരന്റെ തണലിൽ മാത്രം വളർന്നുള്ള ഒരാളാണ്. സുധാകരൻ DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിട്ട് മത്സരിക്കുമ്പോൾ അവിടെ MP ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നോമിനിയായിട്ട് കണ്ണൂർ DCC പ്രസിഡന്റായ ആളാണ് സണ്ണി ജോസഫ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴും അദ്ദേഹം തന്നെ ചുമതല ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും സുധാകരനുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ആ അർത്ഥത്തിൽ യോഗ്യനല്ല എന്നാണ്. അങ്ങനെയുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഈ വേണ്ട കരുത്തിനപ്പുറത്തേക്ക് വേണ്ട ഒരു കാരണം വേണ്ടിയിരുന്നു. അത് സാധാരണ ജനകീയത എന്നുള്ളതായിരുന്നു. ആ ജനകീയതയിലേക്ക് എത്താൻ ഏതായാലും സണ്ണി ജോസഫിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീലാൽ, ഇതൊക്കെ പറയുമ്പോഴും K സുധാകരൻ ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്നതിന് പിന്നിൽ എന്താവും കാരണം പുനഃസംഘടനയാണ് ഇനി വരാൻ പോകുന്നത്. DCC പ്രസിഡന്റ്മാരടക്കം മാറാൻ പോകുന്നു, KPCCയിൽ പുനഃസംഘടന വരാൻ പോകുന്നു. ഇന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ചാനലുകൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ എത്തിച്ചതിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു സംഘമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ തന്നോടൊപ്പമുള്ള സംഘത്തിന് ഈ പുനഃസംഘടനയിൽ പിന്തള്ളപ്പെടരുത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സഹജമായ രീതിയും അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് പിന്നിൽ ഉണ്ടാവുമോ? അടുത്ത K സുധാകരനോടൊപ്പം വലിയ സംഘമൊന്നുമില്ല. ഒന്ന് രണ്ട് നേതാക്കൾ മാത്രമാണ് സുധാകരനോടൊപ്പമുള്ളത്. അവരുടെ പേര് ഞാനിപ്പോൾ എന്തായാലും പരാമർശിക്കുന്നില്ല. അവർ തന്നെയാണ് കഴിഞ്ഞ തവണ സുധാകരൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചില ചാനലുകളെ കണ്ടെത്തി അവർക്ക് അഭിമുഖം നൽകി. ആ അഭിമുഖത്തിൽ എന്നെ ഒരു കുഞ്ഞിനെ തൊടാൻ സാധിക്കില്ല എന്ന അഭിമുഖം കൊടുപ്പിച്ചതും അവർ തന്നെയാണ്. ഇന്നിപ്പോൾ അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അഭിമുഖ പരമ്പരയ്ക്ക് പിന്നിലുള്ളതും അവർ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. അവർ ഈ പറയുന്ന പുനഃസംഘടനയിൽ അവർക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. അതായത് ഔട്ട് ഗോയിങ് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് ചില സാധ്യതകളുണ്ട് എന്നും ഇദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വയ്ക്കുമെന്നും ആ നിർദ്ദേശത്തിൽ ഈ പേര് ഇവരുണ്ടാകുമെന്നും ഇവർക്ക് KPCCയിൽ കടന്നുകൂടാമെന്നുമുള്ള ചില ആഗ്രഹങ്ങൾ അവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ
അങ്ങനെ അവർക്ക് ആ കടന്നുകൂടൽ നടന്നില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. അതും ഈ കെ സുധാകരൻ്റെ അതൃപ്തിയിൽ വലിയ കാരണമായിട്ടുണ്ട്. അവസാന ഘട്ടത്തിലെങ്കിലും ചില നീക്കുപോക്കുകൾ ഉണ്ടാകുകയാണ് എങ്കിൽ ഇനി വരുന്ന പുനഃസംഘടനയിൽ ബാക്കിയുള്ള പുനഃസംഘടനയിൽ ഒരു സ്ഥാനം ഇവർക്ക് നേടിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യം കെ സുധാകരനുണ്ട് എന്നൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നേതാക്കളില്ലായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന ചില നേതാക്കൾക്കെങ്കിലും അദ്ദേഹം ഒരു അക്കോമഡേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ ലക്ഷ്യമുള്ളപ്പോൾ പോലും തന്നെ മാറ്റിയതിലുള്ള അതൃപ്തി കടുത്ത തോതിൽ സുധാകരനുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. അത് ഈ പ്രശ്നം പരിഹരിച്ചാലും സുധാകരൻ അത് പറയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. റൈറ്റ്. പ്രേംകുമാർ, ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. അതൊരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായേക്കാം. സാധാരണ ഈ രാഷ്ട്രീയമൊക്കെ വിട്ടുനിൽക്കുന്ന മനുഷ്യർ ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ട്. കാരണം 2 ടേം ഭരിക്കാത്ത പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയാണ്. എന്നിട്ടും പണം കയ്യിലേക്ക് വരുമ്പോൾ ആ പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിനൊന്നും ഒരു വ്യക്തതയും സുതാര്യതയും ഇല്ലേ എന്ന് ആളുകൾക്ക് സംശയം തോന്നാവുന്ന നിലയിലുള്ളൊരു പ്രശ്നമാണ്. അതായത് KPCCയിൽ തങ്ങളുടെ കാലത്തെ വരവ് ചിലവ് കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാവണം എന്നൊരു ഡിമാൻഡ് സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി, ഇപ്പോൾ കെ സുധാകരൻ അടക്കം പിരിഞ്ഞുപോയി, അടുത്ത കമ്മിറ്റി വരും. അപ്പോൾ വരവ് ചെലവ് കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാവണം എന്നാണ്. പുതിയ KPCC ഭാരവാഹികൾ ചുമതലയേൽക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ഭരണസമിതി ചാർജ് എടുത്ത നാൾ മുതൽ പുതിയ ഭരണസമിതി ചാർജ് എടുത്ത ദിനം വരെയുള്ള കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുക എന്നത് സാമാന്യ മര്യാദയും അറിയാനുള്ള പ്രവർത്തകരുടെ അവകാശവുമാണ് എന്ന് നേതാക്കൾ മറക്കരുത്. 137, 138 ചലഞ്ചുകൾ ഉൾപ്പെടെ നിരവധിയായ പൊതുസംഭാവനകൾ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് അളവില്ലാതെ ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു മുൻ ഭരണസമിതിയുടെ കാലം. അത് എത്ര ലഭിച്ചു, എത്ര ചെലവാക്കി എന്ന് അറിയുക എന്നത് പ്രവർത്തകരുടെ അവകാശമാണ്. ആ തുകകളിൽ നീക്കിയിരിപ്പുണ്ടോ? പുതിയ ഭരണസമിതിക്ക് പണം കൈമാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തേണ്ടത് തന്നെയാണ്. അല്ലാത്ത പക്ഷം മാറ്റപ്പെടുന്ന ഭരണസമിതി പ്രവർത്തകരുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിന് അറുതി വരുത്താൻ തക്കവണ്ണം പുതിയ ഭരണസമിതി അവർക്ക് ലഭിച്ച നീക്കിയിരിപ്പ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. സണ്ണി ജോസഫ് എന്ന KPC പ്രസിഡന്റിനോടാണ് ആ നിർദ്ദേശം. പ്രസിഡന്റ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവർ ചേർന്ന് അടിയന്തരമായി കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് നല്ല ഒരു തുടക്കമാകും. മുൻ ഭരണസമിതി അത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഈ ഭരണസമിതി, അതായത് മുൻ ഭരണസമിതിയുടെ കാലത്താണ് KPCC ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാകുന്നത്. വലിയ ദുരൂഹത, ഞാനതൊന്നും ആവർത്തിക്കേണ്ടല്ലോ, വലിയ തോതിൽ അത് ചർച്ചയായതാണ്. പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭരണസമിതി മാറി പുതിയത് വരുമ്പോൾ പണം കൈകാര്യം ചെയ്തത് എങ്ങനെ എന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചർച്ച വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പ്രേംകുമാർ. അല്ല, ഇതൊന്നും ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശരത്. അതായത് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ആരാണ് ഓഡിയോ ചോർത്തിയെന്ന് നമുക്കറിയില്ല. VD സതീശൻ കെ സുധാകരനോട് പറയുന്ന ഒരു കാര്യം, PCC തന്ന കണക്ക് മൊത്തം നിങ്ങൾ പറഞ്ഞ കണക്കല്ലല്ലോ, അതുകൊണ്ട് ഈ കണക്ക് പറയേണ്ടതില്ലേ എന്നും, അതേസമയം കെ സുധാകരൻ നിങ്ങൾ എന്താണ് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്തല്ലേ എന്ന് പറയുന്ന ഒരു ഓഡിയോ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുൻ KPCCയുടെ കണക്കുകൾ പറയാന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പിറകോട്ട് പോയിട്ട് 10-30 കൊല്ലം പിറകോട്ട് പോകും. അപ്പൊ അതൊക്കെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയാന്നല്ലാതെ അതൊന്നും നടക്കാനെന്നോ യാതൊരു സാധ്യതയില്ലാത്ത ആ വഴിക്കൊന്നും കോൺഗ്രസ് പോവുകയില്ല. ആരെങ്കിലുമൊക്കെ എഴുതുന്നു, നമ്മൾ പറയുന്നു എന്നൊക്കെ അല്ലാതെ. മലയാള മനോരമ ഇവരുടെ എന്താ പറയുക, ഇവർ പ്രചരിപ്പിച്ചുകൊണ്ട് എഴുതിയ പോലെ സണ്ണി ഡേയ്സ് ആണ്. സണ്ണി ഡേയ്സ്, ഭയങ്കര വെയിലുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകൾ ഇങ്ങനെ വേർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് വേർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് കണക്ക് ചോദിച്ചാൽ കൂടുതൽ വേർക്കുമോ സണ്ണി ഡേയ്സിൽ? ഇനിയും വേർപ്പ് കൂടാൻ തന്നെയാണ് സാധ്യത. നന്നായിട്ട് വേർപ്പ് കൂടാനാണ്. സൂര്യാതപം ഉണ്ടാവും, സൺബേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആളുകൾ ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. സണ്ണി ഡേയ്സ്, സോഷ്യൽ മീഡിയ ഫണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫണ്ണി ഡേയ്സും അല്ല, ഇത് അതിനേക്കാൾ വളരെ കലാമിറ്റസ് ആയിട്ടുള്ള രീതിയിൽ, വളരെ സ്കോർച്ചിങ് ആയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും വിചാരിക്കുന്നു സുധാകരൻ കൂടുതൽ വയലന്റ് ആവും. കാരണം ഞാൻ പറഞ്ഞതിനോട് ആരും എതിർത്ത് പറയാൻ എന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്, കണ്ണൂർ ഭാഷയിൽ മൊനാശിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നിയിട്ട് അദ്ദേഹം കൂടുതൽ വയലന്റ് ആവാനാണ് സാധ്യത. ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞാൽ ഇതിന് വിക്കറ്റ് പ്രോബ്ലം എന്നാ പറയാം നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിൽ. അതായത് ഒരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് പ്രോബ്ലം. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വലിയ നേതാക്കന്മാരെന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കേണ്ട ആളുകൾ തന്നെയാണ് പ്രശ്നം. അവരുടെ കയ്യിൽ സുധാകരൻ പറഞ്ഞു വെക്കാൻ പറ്റുകയുമില്ല. അതാണ് അതിന്റെ ഒരു സങ്കടം. ഇത് മൊത്തം അടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് പുതിയൊരു സാധനം ഉണ്ടായി വന്നാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. അല്ലാതെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇല്ലാതെ, ഇന്റേണൽ ഡെമോക്രസി ഇല്ലാതെ,
പാർട്ടി സമ്മേളനങ്ങളില്ലാതെ, ജനാധിപത്യമില്ലാതെ, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നിൽക്കില്ലല്ലോ, ഇങ്ങനെ ഈ ഒരു മട്ടിൽ നിൽക്കില്ലല്ലോ. കോൺഗ്രസ് മാത്രം ഇന്ത്യയിലെ ഉഗ്രപ്രതാപ പാർട്ടിയായിരുന്ന കാലത്ത് നിന്നിരുന്നിരിക്കാം. പക്ഷേ ഈ കാലത്ത് ഇന്ത്യൻ കോൺഗ്രസിലും അത് നിൽക്കില്ല, കേരളത്തിന്റെ കോൺഗ്രസിലും അത് നിൽക്കില്ല. അവർ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ കുറെ പ്രോളപ്പെടലുകളൊക്കെയാണ് ഈ കാണുന്നത്. അടുത്ത ഇലക്ഷൻ കഴിയുന്നതോടെ എന്താവും എന്നുള്ളത് ഇതിനേക്കാൾ ഭീകരമായിരിക്കും. ശരി, ശ്രീ സജീവൻ, ഞാൻ ഈ പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിൽ താങ്കളുടെ കൂടി ഒരു റെസ്പോൺസ് എടുത്ത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വരവ് ചെലവ് കണക്കൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ആഗ്രഹിക്കാനേ പറ്റൂ. അത് അങ്ങനെ പബ്ലിക് ഡൊമൈനിലേക്കോ ഒന്നും വരില്ല, പ്രവർത്തകർ അങ്ങനെ ചോദിക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല എന്നറിയാമെങ്കിലും പക്ഷേ സുധാകരൻ ഈ വിധമൊക്കെ ലീഡർഷിപ്പിനെയൊക്കെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് പോകാൻ തുനിഞ്ഞാൽ ഒരു 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 മറുമരുന്നായി വേണമെങ്കിൽ ഈ ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയരാം. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച രൂപപ്പെടാം. അതിൽ നിന്ന് മാധ്യമങ്ങൾ അതിലേക്ക് വന്നാൽ നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടതായി വരും. സ്വാഭാവികമായും ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുന്നവർക്കൊക്കെ പതുക്കെ മെല്ലെ ഒന്ന് അടങ്ങേണ്ടിയും വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഈ കണക്കിൻ്റെ വരവ് ചെലവ് കണക്ക് എന്നതിന് അങ്ങനെ ഒരു വലിയ കുഴപ്പം പിടിച്ച സാധനമാണ്. അങ്ങനെ ഒന്ന് സോഷ്യൽ മീഡിയയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. നേരത്തെ പ്രേം പറഞ്ഞ പോലെയാണ്. കാരണം സുധാകരനെ പൂട്ടാനുള്ള രീതിയിൽ ഭൂതത്തെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എത്ര ഭൂതങ്ങൾ പുറത്തു വരുന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അത് ആരെയൊക്കെ പൂട്ടും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം കണക്ക് സുധാകരന്റെ കാലത്ത് മാത്രമല്ലല്ലോ, അതിന് അപ്പുറത്തുള്ള കണക്കുകളൊക്കെ പലതുമുണ്ട്. ഇപ്പൊ കോൺഗ്രസിലെ ഈ കണക്ക് രാഷ്ട്രീയത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ചെലവഴിച്ച കാശാണെങ്കിലും അല്ലാത്ത കാശാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. കണക്ക് ഒരിക്കൽ പോലും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഇപ്പം മുല്ലപ്പള്ളി പണ്ട് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വന്നു എന്ന് പറയുന്ന 1 കോടി രൂപയിൽ 50 ലക്ഷം ഒരാൾ അടിച്ചു മാറ്റിയതിനെ കുറിച്ചുള്ള വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അത് പിന്നീട് അതേപോലെ തന്നെ ഒന്നും അല്ലാതായിട്ട് മാറുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് കണക്ക് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ്സുകാർ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതേ സമയത്ത് സുധാകരൻ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റു പല ആളുകളും 1 തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3 തവണ പറഞ്ഞു, ചിലപ്പോൾ 4 or 5 തവണ പറഞ്ഞിട്ട് പിന്നീട് മടുത്ത് നിർത്തും. സുധാകരന്റെ കാര്യമെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചാൽ അത് അനുസ്യൂതം പറഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രകമ്പനം ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് പലപ്പോഴും ഇപ്പൊ സുധാകരൻ എന്തിനാണ് ഇപ്പോഴൊരു വെടിവെട്ടിച്ചത്? അദ്ദേഹം സ്ഥാനം മാറുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു, വളരെ ഗംഭീരമായ കാര്യമായി പറഞ്ഞിട്ട് പിന്നീട് അവർ ചോദ്യം ചോദിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നെ എന്നെ മാറ്റി എന്നുള്ള ചോദ്യം അതിന്റെ പിറകിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ മാറ്റിയതിന് പിറകിലുള്ള താല്പര്യങ്ങൾ എന്തെല്ലാമാണ്, ആരുടെയൊക്കെ താല്പര്യമാണ്, അതിനേക്കാളൊക്കെ പുറത്ത് എന്നെ മാറ്റിയത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യം ജനം തീരുമാനിക്കും, കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ട സുധാകരൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, സെമിക്കോളൻ പോലുമല്ല. അത് കൃത്യമായ രൂപത്തിൽ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന രൂപത്തിൽ കുറെ ഡോട്ട്സ് ആണ്. അത് എവിടെയാണ് അവസാനിക്കുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുമാണ്. അതെ, ഒരു രാഷ്ട്രീയമായ ഒരു പ്രവചനാതീതമായ ഒരു സാഹചര്യമാണത് ഇപ്പോൾ ആകെ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചു. എന്തായാലും ആ വിമർശനത്തിൻ്റെ ഒരു തുടർ നീക്കം കെ സുധാകരനിൽ നിന്ന് എത്രമാത്രം ഉണ്ടാകും, അങ്ങനെ തന്നെ ഉണ്ടാകുമോ, ആ നിലയിലേക്കൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ രീതികൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ സജീവനായാലും പ്രേംകുമാർ ആയാലും അതുപോലെ ടി ജെ ശ്രീലാൽ ആയാലും അദ്ദേഹം ഇന്ന് ഉന്നയിച്ച വിമർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എന്നതിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. ഹൈക്കമാൻഡിനോടുള്ള വിമർശനമുണ്ട്. ഹൈക്കമാൻഡിനോടൊപ്പം ചേർന്ന് ഒട്ടി നിന്നുകൊണ്ട് തനിക്കെതിരെ നീങ്ങിയ ആളുകളോടുള്ള അതൃപ്തിയുണ്ട്. പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷത്തോടും ഉള്ള വിമർശനമുണ്ട്. പ്രതിപക്ഷത്തെ നയിച്ച പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ഇതിലും നന്നാക്കാമായിരുന്നു എന്ന് കെ സുധാകരൻ പറയുന്നതിന് ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ആ വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളത് ചിലരുടെ താല്പര്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. തൻ്റെ കാര്യത്തിൽ മറ്റു ചിലത് സംഭവിച്ചു എന്നതടക്കമൊക്കെ വിശദീകരിച്ച് പരസ്യമായി അങ്ങനെ കെ സുധാകരൻ നിൽക്കുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.